സന്ദർഭമല്ലേ? ഡോക്ടറെ സമീപിച്ച് ഡോക്ടർ പരിശോധിച്ച് പെട്ടെന്ന് നമ്മോട് പറയുകയാണ്, ഇനി 1 മണിക്കൂർ നേരത്തെ ആയുസേ ഉള്ളൂ, 1 മണിക്കൂർ കഴിഞ്ഞാൽ ജീവൻ വേർപിരിയാൻ പോവുകയാണെന്ന് ഡോക്ടർ നമ്മെ അറിയിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂർ കാത്തു നിൽക്കാതെ ഞൊടിയിടയില്ല നിമിഷം തന്നെ അറ്റാക്ക് വന്ന് മരിച്ചു വീഴാൻ സാധ്യതയുണ്ടല്ലോ. പക്ഷേ തന്റെ മരണത്തിന്റെ സമയമെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന സന്ദേശം അറിഞ്ഞപ്പോ ആ സഹാബി വര്യൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, തിരുദൂതരെ, അഖ്ബിർനീ ബിഅമലി യുദ്ഖിലുനീ അൽ ജന്ന, ഞാനിപ്പോൾ മരിച്ചാൽ, എന്റെ റൂഹ് പിരിഞ്ഞാൽ, അസ്റായീൽ വന്നെന്റെ റൂഹ് തട്ടിയെടുത്തു പറന്നു പോയാൽ, അഖ്ബിർനീ ബിഅമലി യുദ്ഖിലുനീ അൽ ജന്ന, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നൊരു പ്രവൃത്തി പറഞ്ഞു തരുമോ? ഞാൻ സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന വിധത്തിൽ എനിക്ക് ചെയ്യാൻ സാധ്യമാകുന്നൊരു അമൽ എനിക്ക് അറിയിച്ചു തരുമോ? ഇപ്പൊ ഈ സദസ്സിൽ വെച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേരെ സ്വർഗത്തിലേക്ക് പാറിപ്പോകാൻ കഴിയുന്ന, എന്റെ ആത്മാവ് സ്വർഗീയ തലങ്ങളിലേക്ക് ഉയർന്നു പോകുന്ന, അതിന് സാധ്യമാകുന്നൊരു പ്രവർത്തനം അറിയിച്ചു തരുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞ മറുപടി, നീ എത്രയും വേഗം വുളൂ ചെയ്തു വന്ന് നിസ്കരിക്കാൻ തുടങ്ങിക്കോ, ദീർഘനേരം സുജൂദിൽ കിടന്നോ, നീ വിശുദ്ധ ഖുർആൻ ഓതിക്കോ, നീ സദഖ ചെയ്തോ, നീ നോമ്പെടുത്തോ, നീ ഹജ്ജിനൊരുങ്ങിക്കോ, നീ സകാത്ത് കൊടുത്തോ. അത്തരം സുഹൃതങ്ങൾ ചെയ്യാനുള്ള അറിയിപ്പല്ല കൊടുത്തത്, മറിച്ച് ശ്രദ്ധിക്കണേ, ആ സ്വഹാബിയോട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതെന്തെന്നറിയോ? ഫസ്തഖിൽ ബിൽ ഇൽം, നീ വിജ്ഞാനത്തിൽ മുഴുകിക്കോ, അറിവ് നേടുന്നത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടോ, അറിവ് നേടിക്കോ, ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊള്ളുക. എന്നാൽ നിന്റെ ആത്മാവ് പിരിഞ്ഞാൽ നിനക്ക് നേരെ സ്വർഗത്തിലേക്ക് പായാമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, മുത്ത് റസൂലിന്റെ സദസ്സിൽ അവിടുന്ന് ഹദീസ് കേൾക്കുന്ന, അവിടുന്ന് അറിവ് നുകർന്നുകൊണ്ടിരിക്കുന്ന സ്വഹാബിയോടാണിത് പറയുന്നതെങ്കിൽ ആ സ്വഹാബിക്ക് ലഭിച്ച ഭാഗ്യം അത്ര വലുതാണ്. ആ സദസ്സ് പിരിയുന്നതിന് മുമ്പേ മലക്കുൽ മൗത്ത് വന്ന് സ്വഹാബിയുടെ റൂഹെടുത്തു. ആ റൂഹ് പാറിപ്പോകുന്നത് കണ്ടിട്ട് ഹബീബായ നബി തങ്ങള് അനുചരന്മാരോട് ചോദിക്കുകയാണ്, വിചാരണ പോലുമില്ലാതെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിന്റെ മലക്കുകൾ കാത്തു നിൽക്കുന്ന, സ്വർഗത്തിന്റെ മലക്കുകൾ സ്വാഗതം ചെയ്യുന്ന ആത്മാവിനെ കാണണമെങ്കിൽ ആ മനുഷ്യനിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആത്മാവിനെ കണ്ടോളൂ. ഈ